എനിക്ക് സുഖം. For me that's also better because അഞ്ജനമേകളിൽ നിയമഞ്ചത്തിപ്പെണ്ണി നിന്റെ മനസ്സിനുള്ളിലെ രാജകുമാരൻ ഞാനല്ലേ പൊന്നി. ഇപ്പൊ എനിക്ക് മനസ്സിലായിരുന്നു. ഹലോ ഗായ്സ്, എല്ലാവരും ഇതിപ്പോൾ ആരാ വന്നിരിക്കുന്നത് എനിക്കറിയാം. എൻ്റെ കൂടെ പഠിച്ചവർ, എൻ്റെ നാട്ടിലുള്ളവർ, എൻ്റെ കുടുംബക്കാർ, പിന്നെ 2-3 ക്യൂരിയോസിറ്റിക്ക് എടുത്ത ആൾക്കാർ, ഇവരെ ഇപ്പോൾ വന്നിട്ടുണ്ടാവും എനിക്കറിയാം. അപ്പോൾ ഇവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നത് ടീച്ചർ ആവണം. ഇങ്ങനെ ഒരു അവസരം ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ 3-4 മാസം എനിക്ക് വെറുതെ ഇരിക്കാമല്ലോ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഈ 3-4 മാസം വെറുതെ ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു പരിപാടി തുടങ്ങിക്കൂടാതുള്ള രീതിക്കാതെ ഞാൻ വന്നത്. 2-3 ദിവസം കഴിഞ്ഞാൽ വേണേൽ ഞാൻ പോകും. ഇടയ്ക്കുവാണെങ്കിൽ ഇന്ന് മാത്രം ഒറ്റ വീഡിയോ ഉണ്ടാവും, ഇടയ്ക്കുവാണെങ്കിൽ ഇനി വീഡിയോ ഉണ്ടാവില്ല. അതിനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ആരും എന്നെ കളിയാക്കരുത്. തുടങ്ങാൻ പോകുന്ന ടോപ്പിക് ഇനി എല്ലാവരും സ്കിപ്പ് അടിച്ചോളി, പോകണ്ടോളി പോയിക്കോളി, വരണ്ടോളി വന്നോളി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തുവാണ് എൻ്റെ ഇന്നത്തെ പരിപാടി? ഒന്നുമില്ലടാ, ഞാനെന്ന് വെച്ചാൽ ഒരുപാട് കാലത്തെ പ്ലാനിങ്ങാണ്, ഏകദേശം ഒരു 1.5 കൊല്ലത്തെ പ്ലാനിങ് ആണ്. എന്ത് ഇങ്ങനൊരു സെറ്റപ്പ്, ഭയങ്കര വലിയ സെറ്റപ്പ് ഒന്നുമല്ല. ഒരു ട്രൈപോഡുണ്ട്, ഒരു വൈറ്റ് ബോർഡുണ്ട്, ഒരു മൈക്കുണ്ട്, പിന്നെ ഞാനുണ്ട്, കുറച്ച് നോളജ് ഉണ്ട്, പിന്നെ കുറച്ച് എഫേർട്സ് ഉണ്ട്, കുറച്ചധികം എഫേർട്സ് ഉണ്ട്. അങ്ങനെ ഞാനെല്ലാം കൂടി ആലോചിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഇറ്റ്സ് വെരി സിമ്പിൾ. +1 +2 പഠിക്കുന്ന ആൾക്കാരാണെന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫിസിക്സ് എന്ന് വെച്ചാൽ പക്ക ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കൈ തരും. പക്ക ബേസിക്സ് എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ +1-ൻ്റെയും +2-ൻ്റെയും എക്സാം നിങ്ങൾക്കറിയാം എന്താ വളരെ ടഫാണെന്ന് വെച്ചാൽ പല ടോപ്പിക്കും ഫിസിക്സ് എന്നൊക്കെ വളരെ ടഫായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. വളരെ ടഫായിട്ടാണെന്നല്ല, ദ മെത്തേഡ് ഓഫ് എന്താ പറയുക, നിങ്ങളെ പഠിക്കുന്നതിൻ്റെ മെത്തേഡ് മാറ്റേണ്ട സമയമായി. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ മെത്തേഡ് മാറ്റേണ്ട സമയമായതുകൊണ്ട് തന്നെ നമ്മൾ ഡിഫറെൻറ്റ് രീതിക്ക് പഠിച്ചു തുടങ്ങാൻ പോവാണ്. അതുകൊണ്ട് നേരെ ഫസ്റ്റ് തന്നെ ഡയറക്റ്റ് ആയിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൽ നിന്നതിന് ശേഷം നമ്മൾ എന്താകും തുടങ്ങും. ഞാൻ ഒറ്റ കാര്യം പറയാതെ 3 മാസം കൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റുന്ന എൻ്റെ വീഡിയോൻ്റെ മാക്സിമം ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ കാണുകയാണെങ്കിൽ, നിങ്ങൾ ഇഫ് യു ആർ എ JEE ആസ്പിരൻറ്റ്, നീറ്റ് ആസ്പിരൻറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ബോർഡ് എക്സാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഡിഗ്രി ലെവൽ ഫസ്റ്റ് ഇയർ ഈ ഫിസിക്സിൻ്റെ ബേസിക് അറിയാണ്ട് വന്നുപെട്ട ഒരാളാണെങ്കിൽ കറക്റ്റ് സ്ഥലത്താണ്, നിങ്ങൾക്ക് ഞാൻ സെറ്റാക്കി തരും. ഇത് എൻ്റെ ഉറപ്പാണ്. കാരണം വെച്ചാൽ അതിലെനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, ബാക്കിയൊന്നുമില്ലെങ്കിൽ. കാരണം വെച്ചാൽ ഞാൻ അങ്ങനെ പഠിച്ച ഒരാളാണ്. അങ്ങനെ പഠിച്ചല്ല, ഞാൻ എന്തെങ്കിലും പറയും മറ്റേ ഗുളിക കഴിക്കുന്നതിൻ്റെ തൊട്ട് പനി വരുന്നു, പാരസെറ്റമോൾ കഴിക്കുന്നു, ദഹിക്കുന്നു. അതുപോലെ തന്നെ പരീക്ഷ വരുന്നു, പഠിക്കുന്നു, പരീക്ഷ വരുന്നു, കഴിഞ്ഞു. അങ്ങനെ പഠിച്ച ഒരാളാണ്. പക്ഷെ ഞാനൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് അപ്പിയർ ചെയ്യേണ്ട വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, അങ്ങനെ പഠിച്ച ആൾക്കാർക്ക് എന്താ വളരെ ഡിഫിക്കൽട്ടാണ്. അങ്ങനത്തെ ഒരു എക്സാമിന് വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു ബേസിക് ഇല്ലാണ്ട് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് അപ്പിയർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഒരു ക്രാക്ക് ചെയ്തെടുക്കുക എന്നുള്ളത്. പല കുട്ടികളെയും JEE കുട്ടികളെ, നീറ്റ് കുട്ടികളെ പല ആൾക്കാരും പറയുന്നിട്ട് ഞാൻ +2 പഠിച്ചതൊന്നും എനിക്ക് എന്തിനും ഉപകാരപ്പെട്ടില്ല, അവൻ പഠിച്ച മെത്തേഡിൽ പഠിച്ചതൊന്നും എന്തിനും ഉപകാരപ്പെട്ടില്ല, നീറ്റ് ഉപകാരപ്പെട്ടില്ല. കാരണം വെച്ചാൽ അവർ തിയറി ബൈഹാർട്ട് ആക്കുക എന്നല്ലാതെ വേറൊന്നും പഠിക്കുന്നില്ല. സ്ഥിരമായിട്ട് 3-4 ന്യൂമറിക്കൽസ് ചോദിക്കും, അത് ഒരേ പാറ്റേണുള്ള, ആ പാറ്റേണുള്ള ഒരു 3-4 ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈസി ടു സ്കോർ. അതേ സ്ഥാനത്ത് കോമ്പറ്റീറ്റീവ് എക്സാമിന് അങ്ങനെയാണോ? അല്ല. അതെന്ന് വെച്ചാൽ നമുക്ക് ബേസിക് അറിയാമെങ്കിൽ ഏത് എക്സാമും ക്രാക്ക് ചെയ്യാൻ പറ്റും. ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത എക്സാം ഒന്നും വെക്കൂലാലോ, ക്രാക്ക് ചെയ്യാനല്ലേ എക്സാം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ മെത്തേഡ് പഠിക്കണം. എന്ന് വെച്ചാൽ വെയിറ്റ് ആൻഡ് സീ.